കേരളത്തിൽ സമീപകാലത്തായി ഈ അക്രമങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും വാർത്തകൾ തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒക്കെ പരിശോധിക്കുമ്പോൾ ഒരു കൊലപാതകമോ ഒരു ആക്രമമോ ഉണ്ടാവാത്ത ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ തിരുവനന്തപുരം ധനുവച്ചപുരത്ത് 75 വയസ്സുള്ള സെലീനാമ്മ എന്ന് പറയുന്ന വീട്ടമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരി 17-ാം തീയതിയാണ് സെലീനാമ്മയെ തൻ്റെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കാണുന്നത്. തൻ്റെ ബെഡിൽ കമഴ്ന്നുകൊണ്ട് കിടന്ന രീതിയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇവരുടെ വീട്ടിൽ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ഇവരുടെ വീട്ടിൽ സഹായത്തിന് ഒരു സ്ത്രീ എത്തുമായിരുന്നു. ഈ സ്ത്രീയാണ് മൃതദേഹം ആദ്യമായി കാണുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൃതദേഹം തൊട്ടടുത്ത ദിവസം സംസ്കരിക്കുന്നു. എന്നാൽ സെലീനാമ്മയുടെ മൃതദേഹം കുളിപ്പിക്കുന്ന സമയത്ത് മൃതദേഹത്തിൽ ചില ചതവുകളും ചില മുറിവുകളും ബന്ധുക്കൾ കാണുകയായിരുന്നു. ബന്ധുക്കൾ ഈ വിവരം മകനെ അറിയിക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് മകനൊരു സംശയം തോന്നിയത്. തുടർന്ന് മകൻ അമ്മ വാങ്ങി വെച്ച് സ്വർണം പരിശോധിച്ചു നോക്കുമ്പോൾ ആ സ്വർണമൊക്കെ നഷ്ടപ്പെട്ട നിലയിൽ കാണുകയും ചെയ്തു. ഇതോടുകൂടിയാണ് പോലീസിൽ പരാതി നൽകുകയും ഇന്ന് സെലീനാമ്മയുടെ മൃതദേഹം കല്ലറയിൽ നിന്ന് എടുത്തതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഈ വിഷയത്തിൽ ഈ ധനുവച്ചപുരത്തെ സെലീനാമ്മയുടെ അയൽവാസി വളരെ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തുന്നുണ്ട്. ആ വീഡിയോ കാണാം. എന്ന് പറഞ്ഞാൽ 17-ാം തീയതി മരിക്കുന്നു. 3 മണിക്കും 4 മണിക്കുമാണ് അവിടെ ആളില്ലാത്തത്. അപ്പോഴും ഒരു സ്ത്രീ പാലും മാച്ചുകൊണ്ട്, ഇവർക്ക് സഹായം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പാലും മാച്ചുകൊണ്ട്. അവർ വന്നു നോക്കിയപ്പം കഥവ് ചാരിയിട്ടുണ്ട്. ഇവർ സലീം അമ്മ എന്ന് 2-3 വട്ടം വിളിച്ചിട്ടും കഥവ് അങ്ങനെ തന്നെ കിടക്കുന്ന ഒരു അനക്കവും ഇല്ല. അവർ കയറി വീട്ടിനകത്ത് നോക്കിയപ്പോൾ തറയിൽ മരിച്ചു കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ മാല കഴുത്തിലിട്ട് 3.5 പവൻ്റെ മാല കിൽറ്റാണെന്നാണ് പറയുന്നത്. സ്വർണ്ണമാലയാണ് ഇവർ വാങ്ങിച്ചത്. അതൊരു വളയം കാണാനില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പോഴ് അന്ന് കുളിപ്പിക്കെടുത്തപ്പം ദേഹത്ത് പാടുകൾ കിടക്കുന്നുണ്ട്, മുഖത്തും പാടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ പറയണത് ഇത് ദുരൂഹതയുണ്ട് മരണത്തിൽ. ഇത് അന്വേഷിക്കും. പാടെന്ന് പറയുമ്പോഴത്തേനും മുറിവുകളാണോ അതോ എന്തെങ്കിലും ചതവും പാടുകളും ഉണ്ട്. ഇത് കറുത്ത് കിടക്കുന്ന പാടുകളുണ്ട്, ബ്ലഡ് ചത്ത് കിടക്കുന്ന പാടുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ മോൻ 4 ദിവസം കഴിഞ്ഞാണ് പോലീസിലേക്ക് അറിയിക്കുന്നത്, പാറശാല സ്റ്റേഷനിൽ അറിയിക്കുന്നത്. പിന്നെ ആ പോലീസ് സാർ നല്ലതായിട്ട് അന്വേഷണം തുടങ്ങി. അവർ നല്ല അന്വേഷണമായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്പർ പറഞ്ഞ് ആദ്യമേ കേസ് കൊടുക്കുക, വാർഡ് നമ്പർ പറഞ്ഞ് കേസ് കൊടുക്കുക. അന്ന് കൊടുത്ത് പുതിയതാണോ ഈ അടുത്ത് വാങ്ങിച്ചത്? പുതിയ മാല, പഴയ മാല വിറ്റിട്ട് പുതിയ മാലയാണ് മാറ്റി. അവർക്ക് ജോലി ഉണ്ടായിരുന്നു. ഈ മരിക്കുന്നതിൻ്റെ അടുത്താണോ ഈ മാല വാങ്ങുന്നത്? ഒരു 2 ആഴ്ചക്കകത്ത് വാങ്ങിച്ചതേ ഉള്ളൂ. ആൾക്കാർ പുതിയ മാല വാങ്ങിച്ചത്. ഈ ചേട്ടൻ സംശയം എന്ന് പറയുന്നതേ ഈ മാല മോഷ്ടിക്കാൻ എത്തുന്നതിനിടയിൽ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ്. മോഷണത്തിനിടെയുള്ള മരണം കൊലപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കൊലപ്പെടുത്താൻ സാധ്യത. ഇപ്പോൾ സ്വർണത്തിന് വേണ്ടിയില്ല എല്ലാവരും കൊലപ്പെടുത്തുന്നു. അതാണ് സംശയം. സെലീനാമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, മാല വാങ്ങിച്ചു എന്നൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കില്ലേ? അങ്ങനെ മാല വാങ്ങിച്ചെന്ന് അവർ നമ്മളോട് ഒന്നും പറഞ്ഞില്ല. അയൽക്കൂട്ടക്കാർ പണിക്ക് പോകും. പിന്നെ അവിടെ ആളില്ലാത്ത വിജന സ്ഥലമാണ്. അപ്പോൾ എന്ത് നടന്നാലും അറിയാൻ പറ്റത്തില്ല പകൽ. അപ്പോഴാരും സ്ത്രീകളെല്ലാം അയൽക്കൂട്ടം പണിക്ക് പോകും. പിന്നെ വൈകുന്നേരം 5 മണിക്ക് വരുള്ളൂ. അപ്പോഴിതിൻ്റെ ഇടയിൽ ആരൊക്കെ വരുന്നു, എന്താണ് പോകണം. NSSൽ ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ പരിശോധിച്ചാൽ അന്ന് 17-ാം തീയതി പരിശോധിച്ചാൽ ചിലപ്പോൾ ആരൊക്കെ വന്നു പോയി എന്ന് അറിയാൻ പറ്റും. ഈ ഇവർ തനിച്ചാണെന്നും ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നൊക്കെ അറിയുന്ന ഒരാളായിരിക്കില്ലേ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് അറിയാവുന്ന ഒരാളായിരിക്കും ഇത് നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ വീട്ടിൽ വേണം ആരേക്കും തന്നെ, ദൂരേനൊന്നും വരില്ല. ഇതിൻ്റെ ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ആരേക്കുമാണ്. അവരെ അന്വേഷിച്ചാൽ മതി. അപ്പോൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ വീട്ടിൽ ആരൊക്കെ വന്നു പോകുന്നു എന്നുള്ള. അവിടെ പോലീസ് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ മൃതദേഹം കണ്ട സ്ത്രീകളെ എന്താണ് പറഞ്ഞത്? മാലയും എല്ലാം ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്? ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു ബാഹുല ദേഹത്തെല്ലാം പാടുണ്ട്, സംശയമുണ്ട്, ശ്വാസം മുട്ടിച്ച് കൊന്നതോ അല്ലാതെ കൊന്ന, മുഖം എല്ലാം കറുത്തിരിക്കണം, ചുണ്ടൊക്കെ ഇങ്ങനെ കോണിയൊക്കെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. അല്ല അറ്റാക്ക് വന്നതല്ല. ഞാൻ ചോദിക്കുന്നത് ഈ മരണപ്പെടുന്ന സമയത്ത് ഇവരെ എല്ലാ ആഭരണങ്ങളും ഇട്ടിരുന്നു? ഈ മൃതദേഹത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു? സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് കിൽറ്റാണ് കൊണ്ടിട്ടത്. സ്വർണ്ണമില്ല.